പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മഴയും ശക്തമായ കൊടുങ്കാറ്റൊക്കെ വീശിയടിക്കുന്ന സാഹചര്യത്തിൽ സേഫായി നിൽക്കുക. ആദ്യം തന്നെ ഈ കഥ പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ ജീവനുകളും നമുക്ക് വിലയേറിയതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വ്യൂവേഴ്സാണ്, സബ്സ്ക്രൈബറാണ്. ഒരിക്കലും നിങ്ങളുടെ ജീവൻ പൊലിയാൻ പാടുള്ളതല്ല. ഓക്കെ, റെഡിയാണല്ലോ? സോ തീർച്ചയായിട്ടും നിങ്ങൾ SSLC പഠിക്കുന്ന ഒരു കുട്ടിയോ +1 പഠിക്കുന്ന ഒരു കുട്ടിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, മെയിൻ എക്സാമിന് പൂർണ്ണമായിട്ടും A+ ലഭിക്കണമെങ്കിൽ, ഷുവർ A+ ലഭിക്കണമെങ്കിൽ പൊന്നുമോനെ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഷുവർ A+, പക്ക ഷുവർ A+ ആണ്. എക്സാമിന് നിങ്ങൾ കാണുന്ന ചോദ്യങ്ങൾ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു മൊബൈൽ നമ്പറിൻ്റെ ഉള്ളിലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ കൂടെ +1 SSLCയിലോ ഓണത്തിന്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ +1 ഈ നമ്പറിലേക്ക്, SSLC ആണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. +1 ആണെങ്കിൽ വെറും 1500 രൂപ മാത്രം, SSLC ആണെങ്കിൽ വെറും 1000 രൂപ മാത്രം. പൊന്നുമക്കളെ, നിങ്ങൾക്കുള്ളതാട്ടോ. സോ നാളെ മഴയും ശക്തമായ കാറ്റും എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികളും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച 19-ാം തീയതി ജൂലൈ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക്, യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് ഒന്നും തന്നെ മാറ്റമുണ്ടായിരിക്കുന്നതല്ല. സോ നാളെ ജൂലൈ 19 വെള്ളിയാഴ്ച കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലാണ്. ഇനിയും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചേക്കും. കാരണം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ശക്തമായ മഴ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുവരഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ അവധികൾ അത് വിദ്യാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവധിയാണ്. അതുകൊണ്ട് ഇരുവരഞ്ഞിപ്പുഴയും നമ്മുടെ പൂനൂർ പുഴയും ഒക്കെ കോഴിക്കോട് ജില്ലയിൽ കര കവിഞ്ഞൊഴുകി വീടുകളിലൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സേഫായി നിൽക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ M സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.